ഹലോ ഗൈസ്, കോഴിക്കോട് നമുക്കൊന്ന് കറങ്ങിയിട്ട് വന്നാലോ? അപ്പോൾ നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയിട്ട് വരാം. സംഭവം എന്ന് വെച്ചാൽ NIT കാലിക്കറ്റിൽ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ടോക്ക് സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പോകുന്നത്. അങ്ങനെ ട്രെയിനും ബസ്സും ഒക്കെ കയറി നമ്മൾ NITയിലെത്തി ഗൈസ്. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ത് രസമാണെന്നറിയോ. ഭയങ്കര കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ തോന്നില്ല. ഫൈനലി നമ്മൾ NITയിലെത്തി ഗൈസ്. നോക്കൂ, മോളെ നമ്മളങ്ങനെ NITൻ്റെ സിവിലിൻ്റെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരല്പം ലേറ്റായി പോയി. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. 11 മണിയാകുമ്പോഴേക്കും കയറാൻ പറ്റും തോന്നുന്നത്. നമുക്ക് പോയി നോക്കാം. ഗൈസ്, നമ്മളെ പരിപാടി ഇവിടെയാണ് നടക്കുന്നത്. നമുക്കൊരു ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യാനുള്ളത്. സോ ഒന്നും തിരിയുന്നില്ല ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ. നമുക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ ABC കോംപ്ലക്സിലായിരുന്നു നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. എനിക്കെന്തോ ആ കോംപ്ലക്സ് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. Can be up to 23 meters or 10.5, 11.5 and 11.5 span on both sides. The first level we are having a concourse and അങ്ങനെ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അതിനുശേഷം എവിടെ പോകുമെന്ന് ഇങ്ങനെ ആലോചിച്ചു. നമ്മുടെ കയ്യിലാണെങ്കിൽ ടൈമും കുറവാണ്. ഇതിപ്പം ബീച്ചിൽ പോകണോ SM സ്ട്രീറ്റിൽ പോകണോ ഒന്നും തിരിയുന്നില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്തു നമുക്ക് SM സ്ട്രീറ്റിൽ പോകാമെന്ന്. പക്ഷെ നമുക്കാണെങ്കിൽ ഒരു ആനനെ തിന്നേണ്ട വിശപ്പുണ്ട്. അങ്ങനെ നമ്മൾ നേരെ സൂഫി മന്തിയിലേക്ക് വിട്ടു. അവിടെ പോയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കും. പക്ഷെ അവർ നമുക്ക് എങ്ങനെയുള്ള സീറ്റിൽ ഒപ്പിച്ച് തന്നു. മന്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി മന്തിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡ് അടിച്ചതിന് ശേഷം നമ്മൾ നേരെ SM സ്ട്രീറ്റിലേക്ക് വിട്ടു. അങ്ങനെ ഫൈനലി നമ്മളൊരു ഓട്ടോ മേടിച്ച് നമ്മുടെ സ്ഥലത്തെത്തി. അവിടെ പോയപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്തൊക്കെയോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇവരുടെ പിന്നാലെ പോയി എന്തെല്ലാം വാങ്ങുന്നത് ജസ്റ്റ് നോക്കി. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ അവിടുത്തെ തിരക്കിൽ നിന്ന് നൊഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. 5 മണിൻ്റെ ട്രെയിനായിരുന്നു നമുക്ക് പോകേണ്ടത്. ഒരു 4:30 ആകുമ്പോഴേക്കെങ്കിലും അതിനകത്ത് കയറിയിരുന്നാലേ നമുക്ക് സീറ്റ് കിട്ടത്തില്ലായിരുന്നു. പിന്നെ ട്രെയിനിൽ ഫുൾ ഫണ്ണായിരുന്നു. നമുക്കിങ്ങനെ 6 പേർക്ക് ഇങ്ങനെ സീറ്റ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ കയറിയ ബോഗിയിൽ ഫുൾ ഒച്ചപ്പാടുണ്ടാക്കിയത് നമ്മളാണെന്ന്. പിന്നെ നമ്മൾ കണ്ണിലെത്തുന്നവരെ ഭയങ്കര കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് നല്ല രസമായിരുന്നു. ഞാൻ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെല്ലാം ഒന്ന് ചെറുതായിട്ട് കാണാം. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഗുരുവായൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് കോയിൻസിഡൻസ് ആയിട്ട് നമ്മൾ കയറിയ സെയിം ട്രെയിനിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. അതും തൊട്ടപ്പുറത്തെ ബോഗിയിൽ. നമ്മൾ കണ്ണൂർ ഇറങ്ങി നേരെ അവളെയും മീറ്റ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.